കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്രവും നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രാലയ ഉദ്യോഗസ്ഥനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ധനമന്ത്രി ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല. കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം കേസ് കൊടുത്തതിൽ കേന്ദ്രം അതൃപ്തിയിലാണ്. അത് ചർച്ചയിൽ പങ്കെടുത്തതിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പല തവണ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യോഗത്തിൽ നമ്മൾ വിചാരിച്ചതിൻ്റെ അത്രയും ഒരു മെച്ചമോ ബ്രേക്ക് ത്രൂവോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. സംബന്ധിച്ച് ചില കണക്കുകൾ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടവും അവർ നേരത്തെ നമുക്ക് അനുവദിച്ചതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചില സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങളും കണക്കുകളും ഉണ്ട്. അത് വീണ്ടും നാളെ സെക്രട്ടറി തലത്തിൽ അവർ നോക്കും, പരിശോധിക്കും. കേസ് കൊടുത്തതിൽ കേന്ദ്രത്തിന് ഈഗോ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇനി എന്ത് നിലപാട് അറിയിക്കുമെന്ന് അറിയാനായി കാത്തിരിക്കുകയാണെന്നും ധനമന്ത്രി പ്രതികരിച്ചു. ചർച്ച നേട്ടമായില്ല എന്നും കോടതിയിൽ കേസ് നൽകുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും, തീരുമാനമെടുക്കുമെന്ന നിലപാടാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ ചർച്ചയിലുടനീളം സ്വീകരിച്ചതെന്നും കേസ് പിൻവലിക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ കേന്ദ്ര ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടിയെന്നും മന്ത്രി പറയുകയുണ്ടായി. പക്ഷേ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന പല കാര്യങ്ങളും ആ കേസ് ഒരു തടസ്സമാണ്. കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും എന്ന നിലയിലാണ് ഉള്ള ഒരു സമീപനം എടുത്തിരിക്കുകയാണ്. അത് സംബന്ധിച്ച് നമുക്ക് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം എല്ലാ കാര്യവും സറണ്ടർ ചെയ്തിട്ട് പ്രശ്നം തീർക്കാൻ പറ്റുന്നതല്ല. എന്തായാലും അക്കാര്യം വീണ്ടും അവർ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോന്നിരിക്കുന്നത്. ഈ കേസൊന്നുമില്ല, എല്ലാ കാര്യവും ഇല്ലാതെ തന്നെ ആണെങ്കിൽ കാര്യങ്ങൾ തുറന്ന് പരിശോധിക്കാമെന്ന് പറയുന്നൊരു സമീപനം സാധാരണഗതിയിൽ വരാൻ പാടില്ലാത്തതാണ്. ഏതായാലും ഉദ്യോഗസ്ഥ തലത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം വന്നു. നമ്മൾ നമ്മുടെ മെമ്മോറാണ്ടം ഏറ്റവും ഷോർട്ടായി ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സുപ്രീം കോടതി പറഞ്ഞനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ അവിടെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞിട്ടാണ് പോന്നിരിക്കുന്നത്. നാളെ സെക്രട്ടറിമാർ എന്ന നിലയിൽ ചില കാര്യങ്ങൾ നോക്കും. ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ, അവരുടെ ഈ കേസ് സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ എന്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് മാറ്റം വരുന്നോ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടേണ്ടതും അർഹമായതുമായ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ പേരിൽ തടസ്സപ്പെടുന്നൊരവസ്ഥ വരരുതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കേസ് കൊടുത്തത് കേസ് കൊടുത്തതിനോടുള്ള ഒരു സമീപനം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടൊരു ചർച്ചയാണ് നടന്നത്. എന്തായാലും ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇന്ന് ഉണ്ടായിരുന്നത്. സെക്രട്ടറി, ഗവൺമെൻറ് സെക്രട്ടറി, അതുപോലെ സോളിസിറ്റർ ജനറൽ, അഡീഷണൽ സോളിസിറ്റർ ജനറലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും അവർ മന്ത്രി തലത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിശോധിക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് പോസിറ്റീവായൊരു കാര്യം ഇന്ന് വന്നിട്ടില്ല എന്ന് പറയുന്നതാണ്. തുറന്ന് ആ കാര്യം നമ്മൾ അതാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വരേണ്ടതാണ്. സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇത് സംബന്ധിച്ച് 13-ാം തീയതി അറിയിക്കണം, ബാക്കി കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നടപടിക്രമം നോക്കാവുന്നതാണ്. ഇതാണ് ഇന്നത്തെ യോഗത്തിന്റെ അവസ്ഥ. ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കേന്ദ്ര ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തിയത്. ഈ ഒരു ചർച്ചയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ അതേസമയം ധനകാര്യ സെക്രട്ടറി, സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെ ചർച്ചയിൽ കേന്ദ്രത്തിനായി പങ്കെടുക്കുകയുണ്ടായി. തികച്ചും അസാധാരണമായ ഒരു വിഷയമായിരുന്നു ഈ ഒരു ചർച്ചയെന്ന് പറയുന്നത്. കാരണം സുപ്രീം കോടതി തന്നെ നേരിട്ട്, അതായത് സുപ്രീം കോടതിക്ക് പുറത്ത് ഈ വിഷയം ചർച്ച ചെയ്യാനായി നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇരുവിഭാഗവും ഇങ്ങനെയൊരു ചർച്ച നടത്തുകയുണ്ടായത്. മറ്റ് സംസ്ഥാനങ്ങളുടെ അടക്കം ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ചർച്ചയായിരുന്നു ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ നടത്തിയത്. എന്നാൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ അത് പരാജയത്തിലേക്കാണ് വന്നെത്തിയത്. മുൻപ് പറഞ്ഞിരുന്നതുപോലെ ഈ വിഷയത്തിൽ പ്രധാനമായും കേരളം നൽകിയ കേസാണ് ഒരു പ്രശ്നമായി മുന്നിൽ നിൽക്കുന്നത്. ചർച്ച ഇത്തരത്തിൽ പരാജയപ്പെട്ടതോടെ ഇനി ഈ വിഷയം സുപ്രീം കോടതിയിലേക്കാണ് പോവുക. ഇനി തിങ്കളാഴ്ച ഈ വിഷയത്തിൽ ചർച്ചയുടെ വിശദാംശങ്ങളും അതുപോലെ തന്നെ കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും നിലപാടുകളും
ചർച്ചയുടെ പുരോഗതിയും എല്ലാം തന്നെ കേന്ദ്രവും കേരളവും സുപ്രീം കോടതിയെ അറിയിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോസിറ്റീവായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ധനമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച സ്ഥിതിക്ക് ഇനി അറിയേണ്ടത് എന്തായിരിക്കും കേരളവും കേന്ദ്രവും സുപ്രീം കോടതിയെ അറിയിക്കുക എന്നതാണ്. സുപ്രീം കോടതി തന്നെ നേരിട്ട് നിർദ്ദേശിച്ച്, അതായത് കേന്ദ്രവും കേരളവും ഒരു ചർച്ച നടത്തിയിട്ട് പോലും കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അപൂർവമായ ഒരു സാഹചര്യം, ഒരു തീരുമാനം ഉണ്ടായിട്ട് പോലും അതിൽ യാതൊരുവിധ തീരുമാനങ്ങളും എടുക്കാൻ സാധിച്ചിട്ടില്ല. അടിയന്തരമായി 26,000 കോടി അനുവദിക്കണം. അതുപോലെ തന്നെ ധനകാര്യ കമ്മീഷനെ മറികടന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ ഭരണഘടനാ ലംഘനം നടത്തുകയാണെന്നും കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയാണ് എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ആയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ അത് രാഷ്ട്രീയ ആരോപണങ്ങളായി മാത്രം ഒതുക്കുകയല്ല, മറിച്ച് നിയമ നടപടികളുമായി നിയമപരമായി തന്നെ കേരളം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലൊരു ചർച്ച നടത്തിയിട്ടും അതെല്ലാം തന്നെ പരാജയത്തിലാണ് കലാശിച്ചിരിക്കുന്നത്.